ഇനി സ്പോട്ട് ഡബിംഗ്. സ്പോട്ട് ഡബിംഗിന് എത്തുന്നു അഖിൽ. അഖിലേ, ആർക്ക് വേണ്ടിയ സ്പോട്ട്? സുധീർ പറവൂർ. സുധീർ പറവൂർ നമ്മുടെ ക്ലിഞ്ഞോ പ്ലിഞ്ഞോ? അതെ അതെ അതെ. അത് ശരി. നേരെ സ്പോട്ടിൽ പോയിക്കോ. ഇവിടെ വിഷ്വൽ വരാം. പ്ലീസ്. ഫിഷറീസുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അതായത് ഞാൻ രാവിലെ 2 വടിയെടുത്ത് തെക്കേപ്പാടത്ത് പോയി വടിവെച്ച് പാണമ്പളത്തിൽ പിടിച്ച് കൊങ്ങ പൊട്ടിച്ച് വെയിലെത്തിട്ടുണ്ടെങ്കിൽ ചെട്ടിയാത്ത് മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ 350 എനിക്ക് കിട്ടും രാവിലെ തന്നെ. ശരി, മീൻ പിടിക്കുവാണോ? മീൻ പിടിക്കുന്നത് പറയാം. അത് ശരി. അല്ല, അപ്പം സുമേഷിന്റെ ഫാദർ എന്താണ്? അച്ഛൻ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു. ഓ, ഷിപ്പിലാണ്. മർച്ചന്റ് നേവിയിലാണോ? അല്ല, ഷിപ്പിൽ. ഷിപ്പിൽ എന്ത് ചെയ്യുന്നു? ഷിപ്പിലച്ഛൻ കടയിൽ പോയി വടിവെച്ച് പാണമ്പളത്തിൽ പിടിച്ച് കൊങ്ങ പൊട്ടിച്ച് വെയിലെത്തിട്ടുണ്ടെങ്കിൽ പറവൂർ മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ അച്ഛന് കിട്ടും 350. കോമഡി വേഷനിലൊക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്തില്ലേ? അപ്പൊ എല്ലാ അർത്ഥത്തിലും ആവോളം പണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കസാക്കിസ്ഥാനായിട്ട് പൊരിഞ്ഞ യുദ്ധം നടക്കുന്ന സമയത്ത് അഭയാർത്ഥികൾക്ക് അക്കരെ കടലിൽ കടന്ന് പോകണം. കസാക്കിസ്ഥാൻ അങ്ങനെ ഒരു രാജ്യം ഉണ്ടായിരുന്നു, മോനെ അറിവില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ കടലിൽ കുറെ അഭയാർത്ഥികൾക്ക് കടലിൽ അപ്പുറത്ത് പോകണം. അപ്പൊ ഞാൻ എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നാദാബായി നവറോജിയും അവരെല്ലാവരും കൈയൊഴിഞ്ഞു പോയി. അവസാനം റോപ്പ് എടുപ്പുണ്ടായിരുന്നു. ആ റോപ്പ് ഇങ്ങെടുത്തില്ലേ കറകിന് കടലിൽ കുറുകാണ്ട് എടുത്തെറിഞ്ഞ്. എന്നിട്ട് അഭയാർത്ഥികളോട് ഞാൻ പറഞ്ഞു ഈ റോപ്പിൽ കയറി പിടിച്ച് തൂങ്ങി അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. മുത്തുമാലയിൽ മുത്തോർക്കണല്ലോ ഓരോരുത്തരും തള്ളി തള്ളി വിടുകയാണ്. അപ്പൊ എൻ്റെ ഈ തള്ളല് കണ്ടിട്ട് നെഹ്റു എൻ്റെ അടുത്ത് നിന്ന് ചോദിക്കണേ, എൻ്റെ പൊന്നിക്കേണല്ലേ എന്ത് തള്ളാടാ നീ തള്ളണേന്ന്. അല്ലാതിപ്പോ പുള്ളി ആ രീതിയിൽ സംസാരിക്കണോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാ അർത്ഥത്തിലും അംഗീകരിച്ചു കൊടുക്കണ്. പിന്നെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പുള്ളി ഒരു ബെഡായി അടിച്ചെന്നുള്ളൂ, അതിന്റെ കഥ എൻ്റെ ഉണ്ട് ശരിക്കും പറഞ്ഞ എല്ലാ അർത്ഥത്തിലും. പിന്നെ ആ ഒരു സംവിധാനത്തിൽ പുള്ളി ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ എല്ലാ അർത്ഥത്തിലും ആവോളം ചെയ്തു കൊടുക്കണേ ഞാൻ ചെയ്തത്. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പം കഴിഞ്ഞ എപ്പിസോഡാണ്, ഇത് കുറച്ചായിട്ടാണ്. അതെ അതെ അതെ. അപ്പൊ എത്ര പെട്ടെന്നാണ് ഇത് ചെയ്തേക്കുന്നത് ആലോചിച്ചു. അതിൽ ഗംഭീരമായിട്ടോ. നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ സുധീറിന് ഇങ്ങനെ ഈ വർത്തമാനത്തിൽ ഈ പെർഫോമൻസിലൊക്കെ അറിയുള്ളൂ. 2002 സലീം കുമാറിന്റെ ട്രൂപ്പിൽ ഞാനും സുധീർ ഒന്നിച്ച് പരിപാടി കളിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ അന്ന് മിമിക്സ് ഗാനമേള ഉണ്ട്. മിമിക്സ് ഗാനമേളയിൽ ഈ സാധനം വായിക്കാനാണ് സുധീർ വരുന്നത്. അപ്പം മിമിക്സ് ഗാനമേള മ്യൂസിക് വായിക്കുന്നവർക്ക് സ്കിറ്റ് കളിക്കണ്ട, മ്യൂസിക് വായിച്ചപ്പോൾ അതിന് സ്റ്റേജിലിട്ട് അവരുടെ ആവശ്യകതയില്ല. സൈഡിൽ നിന്ന് മ്യൂസിക് വായിക്കലിൽ നിന്നും കഴിഞ്ഞ ഒരു 5-6 ഫ്ലവേഴ്സിന് വലിയ പങ്കുണ്ട് സുധീറിന്റെ ജീവിതത്തിൽ ഇത്രയും വളർച്ച ഉണ്ടായാലും. വന്ന് വളർന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് പറയട്ടോ, ആദ്യം സുധീറിനെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. വന്ന ആളാണ് സുധീർ. ഈ കഴിഞ്ഞ ഡിസംബർ 31 വൈകുന്നേരം 7 മണി തൊട്ട് രാത്രി 2 മണി വരെ സുധീറും സുധീറിന്റെ ഭാര്യയും കൊച്ചുമൊക്കെ എൻ്റെ വീട്ടിലായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ന്യൂ ഇയർ ആഘോഷം. എനിക്ക് അത്രയും താല്പര്യമുള്ള ഒരു കലാകാരനാണ്. അപ്പോൾ സുധീറിന്റെ ശബ്ദം ഇത്രയും മൈന്യൂട്ടായിട്ട് സുധീറേ വേറൊരു ടോണിലാണ് സംസാരിക്കുന്നത്. അത് കണ്ടുപിടിച്ചുകൊണ്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു, ഗംഭീരമായിട്ടുണ്ട്. ഞങ്ങൾക്ക് അയാളെ നേരിട്ടറിയാവുന്ന കാരണം ചെറിയ മാറ്റം വന്നാൽ പോലും ഞങ്ങൾക്ക് ഫസ്റ്റ് മനസ്സിലാകുന്നത് അതിൽ ഏറ്റവും ഗംഭീരമായിട്ടാണ് ചെയ്തത് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. മാത്രമല്ല ആദ്യമായിട്ടാണോ വേദി? അതെ, ആദ്യമായിട്ടാ ഒരു വേദിയിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നത് ആദ്യം. നിങ്ങൾ മിമിക്രി ആർട്ടിസ്റ്റ് അല്ലേ? അപ്പം കൊച്ചിൻ കലാഭവനിൽ ബാലസാറിന്റെ കീഴിൽ മിമിക്രി വഴി അഭ്യസിക്കുന്നുണ്ട്. ആണോ? ഞാൻ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മിമിക്രി ആർട്ടിസ്റ്റിന്റെ രൂപവും ഭാവവും നിപ്പൊക്കെയാണ് നിങ്ങൾക്കുള്ളത്. ഈ സുധീരന്റെ വീട് നോർത്ത് പറവൂര് വള്ളുവള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ താമസിക്കണത്. ആ വള്ളുവള്ളിന്നാണ് ഞാൻ വരുന്നത്. ആഹാ, വെരി ഗുഡ്. അഖിലേ, ഞെട്ടിച്ച് കേട്ടോ. ഞാൻ ആദ്യം അഖിൽ നടന്നു പോയപ്പോൾ ഞാൻ വെച്ച് ലാലേട്ടനെ ആയിരിക്കും സ്പോട്ടപ്പ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ പിന്നീടാണ് സുധീർ പറവൂരിനെ അനുകരിക്കുന്നത്. ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് അദ്ദേഹത്തെ മറ്റൊരാൾ ഭംഗിയായി അനുകരിക്കുമ്പോഴാണ്. ഇപ്പോൾ ഇത് നിങ്ങൾ അഖില് ശരിക്കും സുധീറിന് കൊടുത്ത വലിയൊരു അവാർഡാണ്. ഇത് കാണുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് സുധീർ പറവൂർ എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രമാണ് ഇത്രയധികം ഹിറ്റായിരിക്കുന്നത്. പണ്ട് നമ്മുടെ അബീക്കയുടെ ആമനത്താത്ത പോലെയൊക്കെ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് അതിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ സുധീർ കരമന എന്ന് പറയുന്നത്. അല്ല സോറി, സുധീർ പറവൂർ എന്ന് പറയുന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ ക്ലിപ്പ് കാണുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് ടൊവിനോ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ടൊവിനോ പറയുന്നത് ഏറ്റവും അധികം ടെൻഷനുള്ള സമയത്തൊക്കെ ഞാൻ ഈ കാണുന്ന എടുത്ത് കാണും. അത് മാത്രമല്ല, വൈക്കം വിജയലക്ഷ്മിയുടെ ഗാനമേള ഒരു ദിവസം ഞാൻ നോക്കും. വൈക്കം വിജയലക്ഷ്മിയുടെ 2ാമത്തെ പാട്ട് ആ കമ്മിറ്റി ഭയങ്കര കയ്യടി, ആള് ചീരി അത്ര. കാരണം വൈക്കം വിജയലക്ഷ്മിയും ഈ ടോൺ ഭംഗിയായിട്ട് അനുകരിക്കും. സുധീറിന്റെ ടോൺ വൈക്കം വിജയലക്ഷ്മി അനുകരിക്കും, എന്നിട്ട് പാടും.
ഞാൻ ചിരിച്ച് സ്റ്റേജ്, കാരണം വൈക്കം വിചാരിച്ചു വന്നിട്ട് ഭയങ്കര ക്ലാസിക്കലൊക്കെ പാടുന്ന എല്ലാവരും ഓർത്ത് ഒരു പാട്ട് ചേട്ടൻ അടുത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള ഗാനമാണെന്ന് പറഞ്ഞിട്ട് ഇത് പാടി സ്റ്റേജിൽ. അത്രയും പോപ്പുലർ, സിനിമ പാട്ട് പോപ്പുലർ ആകുന്നതിനേക്കാൾ പോപ്പുലറാണ് സുധീറിന്റെ ഈ പാട്ട്. സത്യം. അതെ, ആ ഷൂട്ടില് നസർക്ക് ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. പിന്നെ അത് നമ്മുടെ നാടോടിക്കാറ്റ് അതെ. വേഴ്സിൽ തന്നെ. നസർക്ക് ആ പാട്ട് വായി തോന്നുന്ന പാട്ട് അത് ഞാൻ പാടിയത് മറ്റേ ഗ്രൂപ്പ് സോങ്ങാ. ഗ്രൂപ്പ് സോങ് അതെ, തുഞ്ചന്റെ തത്തെ. ഞാൻ അതിൽ സെമി ക്ലാസിക്കലാ പാടിയത്. രണ്ടുപേരുടെ പാടിയ രസമായിരിക്കും അല്ലേ? അവര് അതെ അതെ ആ രണ്ടുപേരും കൂടി ഒരുമിച്ച് പാടിക്കാൻ വേണ്ടി. ഞാൻ പാടിയത് സെമി ക്ലാസിക്കൽ ഭാഗം semi മാത്രം. classical വൃഷ്ടി വിനാശന ശാകുതരേ കൃഷ്ണ മൃലാനകാസര പുഷ്പവേദം. സെമി ക്ലാസിക്കലാണത്. എന്താ അർത്ഥം? എനിക്കറിയില്ല. അതിലാണ് ഇവൻ ഈ സുധീർ ഈ പാട്ട് പാടിയത്. എന്തായാലും വളരെ ഗംഭീരമായിട്ടുണ്ട് അവന്റെ ശബ്ദം. അല്ലെ, മേസ്ത്രിക്ക് എന്താണ് ഈ സ്പോട്ട് ഡബിങ്ങിനെ കുറിച്ച് എന്താ പറയാനുള്ളത് മൊത്തത്തിൽ? നല്ല കാര്യമല്ലേ അത്? ഒരാളുടെ ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് അത് അവരെക്കാട്ടും നല്ലവണ്ണം പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഞാൻ ഇതവരും ചെയ്യാത്തൊരു കാര്യം അതാണ്. ആ, നിങ്ങൾ മേസ്ത്രിമാർ ഈ സ്പോട്ട് ഡബിങ്ങിൽ ഇത് ചെയ്യാറുണ്ടോ? ഞാനില്ല. ഇല്ല, അവര് സ്പോട്ട് ഡബിംഗ് ഇല്ല, സ്പോട്ട് മുങ്ങലാണ്. സ്പോട്ടിൽ സ്പോട്ടിൽ മുങ്ങലാണ്. പരിപാടിയില്ല. അഖിലേ, കലക്കി അഖിലേ. അതെന്തായാലും സെലക്ഷൻ ഭയങ്കര ഗംഭീരം കേട്ടോ. താങ്ക്സ് അലോട്ട്. അഖിലിന്റെ ഈ സ്വപ്നങ്ങളെല്ലാം ഗംഭീരമാവട്ടെ കേട്ടോ. എല്ലാവരും നല്ലൊരു ഗൈഡ് കൊടുക്കും.